അരുൺ, ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സാഹചര്യം ഗുരുതരമായി തുടരുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ പാർലമെന്റിലടക്കം പ്രതിപക്ഷം വളരെ ശക്തമായി നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ്. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച്, മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് മന്ത്രിയുടെ പ്രതികരണം? അല്ല, ഇന്നത് ആ വിഷയം കോടതി പരിഗണിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ജാമ്യാപേക്ഷ അതിൽ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം, കാരണം കോടതിയിലിരിക്കുന്ന അല്ലെങ്കിൽ കോടതി അതേ ദിവസം പരിഗണിക്കുന്ന ഒരു കേസിൽ മന്ത്രിമാർ ഇന്ത്യയിൽ എങ്ങും തന്നെ മന്ത്രിമാർ അത് പ്രതികരിക്കാറില്ല. കാരണം ആ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം എടുക്കട്ടെ. അപ്പോൾ കോടതിയുടെ ഒരു കമന്റുകളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിനുശേഷം പ്രതികരിക്കാം. അങ്ങനെയാണ് അതിന്റെ കീഴ്വഴക്കം. ഇപ്പോൾ ജാമ്യാപേക്ഷയാണല്ലോ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതിന്റെ അകത്തൊരു തീരുമാനം വന്നതിന് ശേഷം പ്രതികരിക്കാം. ഇന്ന് തന്നെ പ്രതികരിക്കാം. ഇത്തരം പ്രവണതകളോട് മന്ത്രിയുടെ പ്രതികരണം എങ്ങനെയാണ്? കാരണം ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ ഞാൻ പറയുന്ന എന്ന് കമന്റും അത് പല കാര്യങ്ങളിലും ബാധകമാവും. കാരണം കോടതിയിൽ ഇത് വരുന്നു. അപ്പം നിങ്ങൾ തന്നെ പറയുന്നു ഇത് നിങ്ങൾ ഓൾ ഇന്ത്യ തലത്തിൽ ഇത് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ജാമ്യ അപേക്ഷയിൽ കോടതി ഒരു തീരുമാനം എടുക്കട്ടെ. അപ്പോൾ ഇന്ന് അത് പരിഗണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടു പരിഗണിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അത് കോടതിയുടെ വിധി വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയല്ല, അതിന് അനുബന്ധമായിട്ട് ഒരു കാര്യത്തെപ്പറ്റിയും ഈ പ്രത്യേക നിമിഷത്തിൽ എനിക്ക് പ്രതികരിക്കാൻ തിരുവസ്ത്രം ധരിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് ക്രിസ്ത്യൻ പുരോഹിതന്മാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഗൌരവമായ അത് ഒരു പ്രതികരിക്കേണ്ട വിഷയമല്ലേ? അല്ല, ഈ കോടതിയുടെ ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ മതിയല്ലോ. ഇന്ന് തന്നെ ഈ കോടതിയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കാൻ, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം. ഇത് എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയിലുള്ള ഒരു കീഴ്വഴക്കമാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യം ബന്ധപ്പെട്ട മന്ത്രി പ്രതികരിക്കാൻ പാടില്ല, മുൻവിധിയോടുകൂടി പറയാൻ പാടില്ല, കമന്റ് പറയാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ ആ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഞാൻ പ്രതികരിക്കാം. ഇന്ന് കോടതിയുടെ പരിഗണനയില്ലാത്ത കഴിഞ്ഞ മാസം മധ്യപ്രദേശിൽ പുരോഹിതന്മാർക്ക് നേരെ നടന്ന അക്രമം, ഉത്തർപ്രദേശിൽ നടക്കുന്ന അക്രമങ്ങൾ, ഇത്തരത്തിൽ ക്രിസ്ത്യൻ മൈനോറിറ്റികൾക്ക് നേരെ നടക്കുന്ന മറ്റിടങ്ങളിലെ അക്രമങ്ങളെക്കുറിച്ച് എന്താണ് മന്ത്രിയുടെ പ്രതികരണം? ഈ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി ഇന്നലെ തന്നെ അദ്ദേഹം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇന്നലെ തന്നെ അദ്ദേഹം അതിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ നിമിഷത്തിൽ പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയും. എന്റെ അഭിപ്രായം വേണമെങ്കിൽ ഈ കോടതി വിധി അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിലുള്ള വിധി വന്നതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. പോലീസ് നടപടി തെറ്റാണ് എന്നൊരു നിലപാടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോടതി വിധിക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുൻവിധിയായില്ലേ. അപ്പൊ അത് കോടതി തീരുമാനിക്കട്ടെ. കോടതി കമന്റ് പറയും. കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യത്തിന്റെ കാര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന്റെ കാര്യത്തിൽ കോടതി തീരുമാനിച്ചതിന് ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികൾ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് 2 സഭയിലും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ പാർലമെന്റിൽ? എല്ലാം ഞാൻ പറയാം. ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ല, പാർലമെന്റുമായി ബന്ധപ്പെട്ട എല്ലാം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്റെ കമന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കോടതി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനിരിക്കുന്ന അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ജാമ്യ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം ഇന്ന് തന്നെ പ്രതികരിക്കാം. ഈ മുനമ്പം സംഭവത്തിലൊക്കെ ബി ജെ പി എടുത്തിട്ടുള്ള നിലപാട് പോലെ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ബിജെപിക്ക് ഒരു ശക്തമായ നിലപാടില്ലാത്തത്? മുനമ്പത്തെ ജനങ്ങൾക്ക് റിപ്പോർട്ടർ എതിരായിരുന്നുവെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അത് എന്റെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. അത് അന്ന് തന്നെ അവർ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞതാണ്. അത് വെച്ച് എന്നോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് കട്ട് ചെയ്യാൻ പറ. ചോദിച്ചു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാണ്. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമല്ലേ? അരുൺ, ഇതാണ് കേന്ദ്രമന്ത്രി കൂടുതലായി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോടതി തീരുമാനം വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാം എന്നതാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നിലപാട്.